ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷയാൻസ് പ്രോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതിൻ്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ അത് രാവിലെ അതുപോലെ തന്നെ വന്ന് ചായക്കൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. പത്തിരി ഇന്നലെ ഞാൻ പരത്തിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു ഡബയിലൊക്കെ അടച്ച് വെച്ചതായിരുന്നു. തേങ്ങ ഇതുപോലെ തന്നെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് രാവിലെ പണികളൊക്കെ എളുപ്പമാകും. രാവിലെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, എന്നാലും രാവിലെ നമുക്ക് അടുക്കളയ്ക്ക് വരുമ്പോൾ തന്നെ ഒരു റാഹത്താണ്. അപ്പോൾ ഇതാ ഇനി കറി വെക്കാനുള്ള സവാളൊക്കെ ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ വറുത്തരച്ച് ചിക്കൻ കറിയാണ് വെക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള തക്കാളിയും പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ചിക്കനൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. റൈസൊക്കെ ഒന്ന് പോയി കിട്ടണം. അപ്പോൾ ആദ്യം എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി തേങ്ങ ഇതാ വറുത്തിട്ട് ഞാൻ മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുക്കുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ഇറച്ചി പൊരിക്കാനും എടുത്തിട്ടുണ്ട്. ഇന്ന് കുറച്ച് കറി വെക്കാനും എടുത്തിട്ടുള്ളത്. മക്കൾക്ക് സ്കൂൾക്ക് ചോറ് കൊണ്ടുപോകുമ്പോൾ അപ്പോൾ അവർക്ക് നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചതും കൂടി ആക്കി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ പത്തിരിയൊക്കെ ചൂടാൻ വേണ്ടിയിട്ട് പത്തിരിക്കല്ല് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പത്തിരിയൊക്കെ ചുട്ട് വരട്ടെ. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ കൊണ്ട് അമർത്തി കൊടുക്കണേ. എല്ലാവരും ലൈക്കും കമൻസുമാണ് നമ്മളെ എനർജി. അപ്പോൾ ഇനി കറി വെക്കാൻ വേണ്ടി കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വെളിച്ചെണ്ണയൊക്കെ നല്ല ചൂടായി അതിന് ശേഷം നമുക്ക് ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വാട്ടി കൊടുക്കണം. അപ്പോൾ 2 വിസിൽ വരുന്നതിന് ഉള്ളിയും തക്കാളി ഞാൻ വാട്ടി കൊടുക്കല്. അപ്പോൾ എൻ്റെ പത്തിരിയൊക്കെ നന്നായിട്ട് ഇവിടെ പൊള്ളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ പത്തിരിയൊക്കെ ഏകദേശം ചുട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മക്കളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വോയിസൊക്കെ ചെറുതായിട്ട് കേൾക്കും, ഒക്കെ ക്ഷമിക്കണേ. അപ്പോൾ ഇതാ ഉള്ളി തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വെച്ച് വാട്ടിയതിന് ശേഷം ഇതാ ചിക്കൻ പൊരിക്കാനുള്ളത് ഇതിലേക്കുള്ള മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടാണ് ഞാൻ ചിക്കൻ ഉണ്ടാക്കി വെക്കുന്നത്. ഇതിലേക്ക് അൽഫാം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള മസാലപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ പൊരിക്കുമ്പോൾ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് കായം തേച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം. മല്ലിപ്പൊടി കുറച്ച് ചേർക്കണുള്ളൂ, കാരണം നമ്മൾ തേങ്ങ വറുത്തിട്ടല്ല കറി വെക്കുന്നത്. അപ്പോൾ മസാലേൻ്റെ കുത്ത് ഓവർ പാടില്ല. അപ്പോൾ അതുകൊണ്ട് മല്ലിപ്പൊടി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതൊക്കെ വാടി വന്ന് ചിക്കനൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വിസിൽ വരുന്നത് വരെ നമുക്കത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് പത്തിരി പണിയൊക്കെ കഴിഞ്ഞ് ചിക്കൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. ചിക്കനൊക്കെ പൊരിക്കാനുള്ളത് ഫ്രൈ പാനിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ കറിയിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് അരച്ചതൊക്കെ കൂട്ടി കൊടുക്കുക. ഇതിലേക്ക് ചപ്പ്, പുതിന, കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. തിളച്ചതിന് ശേഷം കറി ഓഫ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് തൂമിച്ച് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് നെയ്ച്ചോറാണ് വെക്കാൻ പോണത്. അപ്പോൾ ഇതാ ഞാൻ കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കറിയൊക്കെ. ഇനി കുക്കറിൽ തന്നെ നെയ്ച്ചോറും വെക്കണത്. അപ്പോൾ ഇതാ അതിലേക്കുള്ള ഉള്ളിയും ക്യാരറ്റും ഏലക്ക, പട്ട, പൂവ് എല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നെയ്ച്ചോറൊക്കെ എല്ലാവർക്കും വെക്കണം അറിയേണ്ടത് തന്നെയാണ്. അതിൻ്റെ റെസിപ്പിയൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഇതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് തിളച്ചതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ എൻ്റെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്കാണ് ഞങ്ങളെ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ അതാ നെയ്ച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.